എല്ലാ മച്ചാന്മാർക്കും മിസ്റ്റർ മേസിന്റെ പുതുവത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അത്ഭുത വിത്തിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കേണ്ട ഒരു സീഡാണ്. അപ്പോൾ അമിതവണ്ണം ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും പിന്നെ ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്കും ബലക്കുറവുള്ളവർക്കും ഒരു അത്ഭുത വിത്താണിത്. ഇത് നിത്യജീവിതത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടും. ആശാളി വിത്ത് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഹാലിം സീഡ്, അലീവ് സീഡ്, ഗാർഡൻ ക്രസ് എന്നീ പേരിൽ നമുക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായകൻ ഹാലിം സീഡ്, ആശാളി വിത്ത്. അപ്പോൾ ഇതിൽ കാൽസ്യം, ഫോളിക് ആസിഡ്, അയണ്, വൈറ്റമിൻ എ, ബി, സി, ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രോട്ടീൻ്റെ കലവറയാണ് ഹാലിം സീഡ്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ദഹനക്കുറവ്, മലബന്ധം, അസിഡിറ്റി, വയറ് വീർപ്പ് എന്നിവയ്ക്കെല്ലാം ഒരു ഉത്തമ പ്രതിവിധിയാണ് ഹാലിം സീഡ്. പ്രോട്ടീൻ്റെ കലവറ ആയതുകൊണ്ട് തന്നെ ജിമ്മിലൊക്കെ പോകുന്ന മല്ലന്മാർക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാം. ഹാലിം സീഡ് ഡെയിലി ഉപയോഗിച്ചാൽ നമുക്ക് ശരീരബലം വർദ്ധിപ്പിച്ച് പ്രതിരോധ ശക്തി കൂട്ടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വാതരോഗം ഉള്ളവർക്കും ഒരു ഉത്തമ പ്രതിവിധിയാണ് ഹാലിം സീഡ്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗപ്പെടുന്നത് സ്ത്രീകളിലാണ്. അപ്പോൾ ഈ സമയം തെറ്റിയുള്ള ആർത്തവം കൺട്രോൾ ചെയ്യാനായിട്ട് ഹാലിം സീഡിന് കഴിവുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ള കടകളിൽ കിട്ടാനായിട്ട് പാടായിരിക്കും. ഞാനിത് ആമസോൺ വഴിയാണ് വരുത്തിയത്. അപ്പോൾ അത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. ഇതിന് എങ്ങനെയാണ് നമുക്ക് കഴിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു 1.5 സ്പൂൺ ഹാലിം സീഡ് ഗ്ലാസ്സിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് പച്ചവെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കാം. തലേ ദിവസം രാത്രി ചെയ്തു വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ ഇളക്കി വയ്ക്കാം. അപ്പോൾ ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് നിങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ പെരുവി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർബത്തിലൊക്കെ ചേർക്കുന്ന കസ്കസ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ അതേ മാതൃകയാണിത്. ആ അരി വീർത്ത് വന്ന് ജെല്ല് കണക്കാണ് ഇരിക്കുന്ന. പക്ഷേ ടേസ്റ്റും രുചിയും അങ്ങനെയല്ല. അപ്പോൾ ഇത് തലേന്ന് വെള്ളത്തിട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1 മണിക്കൂർ ഇട്ട് വച്ചിരുന്നാൽ ഇതേപോലെ പൊങ്ങി വരും. പക്ഷേ ഇതിനകത്തുള്ള സത്തെല്ലാം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിട്ട് വെച്ചാലേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇത് കുടിക്കേണ്ട രീതി എന്ന് പറയുന്നത് കാലത്ത് എഴുന്നേറ്റ ഉടൻ തന്നെ വെറും വയറ്റിൽ ഈ 1 ഗ്ലാസ് കുടിക്കുക. അപ്പോൾ നല്ല മണാന്നിറങ്ങി പോകും. നല്ല സോഫ്റ്റാണ്, നല്ല തണുപ്പാണ്, നല്ല ജെല്ലിയാണ്. അപ്പോൾ ഇത് പച്ചയ്ക്ക് ആരും കഴിക്കാൻ നിൽക്കരുത്. കൊവുത്ത് വേണം കഴിക്കാൻ. കാരണമെന്ന് പറയുന്നത് ഇത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ, പച്ചയ്ക്ക് കഴിച്ചാൽ വയറ്റിൽ ചെന്നാൽ നമ്മുടെ വയറ്റിലുള്ള ഈർപ്പം എല്ലാം വലിച്ചെടുക്കും. ജെല്ലായി മാറാൻ വേണ്ടിയിട്ട് വലിച്ചെടുക്കും. അപ്പോൾ വയറ് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് കൊവുത്ത് മാത്രം കുടിക്കുക. അപ്പോൾ ഇത് വെച്ചുള്ള മറ്റ് റെസിപ്പികളും ഉണ്ട്. ഇതൊരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വരും വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പികൾ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.